പറ്റിപ്പ് പാർട്ടിയാണെന്ന് അറിഞ്ഞിട്ടും കെട്ടുകടത്താൻ ഇട്ടി സമ്മതിച്ചതേ കാര്യങ്ങൾ എന്റെ വഴിക്ക് നീങ്ങാനാ. ആ മര്യാദക്കാണെങ്കിൽ 3 നേരം വല്ലതും കഴിച്ചുകൊണ്ട് ഇവിടെ കരിയാം. അതല്ല എരപ്പാളിത്തരം കാണിക്കാനാ ഭാവമെങ്കിൽ കൈയും കാലും വെട്ടി അരിഞ്ഞ് മൂലയ്ക്ക് തള്ളി ഞാൻ. മതിയെന്നേ, അവര് പോയിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്നാത്തിന് എങ്ങനെ നടന്ന് കീറുന്നേ? നീ നിന്റെ ഒറ്റ ഒരുത്തിന് ഒത്താശ പുറത്തല്ലേടി അവനെ വൃത്തിർ കാണിച്ചത്. പെണ്ണിനെ വിളിച്ചോണ്ട് പോയി കിട്ടുന്ന കാശിന് അവൻ ആർക്കെങ്കിലും വിക്കില്ലെന്ന് എന്നതാടി ഉറപ്പ്. എന്നാ വർത്താനായി അല്ല വർത്താനേ, എന്നാലേ അവൻ അവന്റെ അപ്പന്റെ മോനാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്. എന്താ സംശയമുണ്ടോ? അതിനുവേണ്ടി തന്നെയാ ജോലിയും കൂലിന്ന് പറഞ്ഞ് അവളെ കൊണ്ട് കിടക്കാൻ. ഉളച്ചാൽ ചെറ്റത്തിന് മാത്രം പറയുന്ന നിങ്ങളുടെ വായടക്കാൻ എന്നാടാ പറഞ്ഞേ? ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം കേൾക്കായിരുന്നില്ലേ? കണ്ണും ചെവിയുടെ ചിത്രം കലവരെ സഹിച്ചതേ നിങ്ങളെ ഭയന്നിട്ടൊന്നുമല്ല. എന്റെ അപ്പനൊരു തെറ്റ് ചെയ്തു പോയി, അതിനുള്ള പ്രായച്ചിത്ത് അനുഭവിക്കാൻ ഞാൻ വേണ്ടുവോളമായി. മതി, ഇനി വയ്യ. ആലിസ വാ, നമുക്കൊടുന്ന് പോവാം. ആലീസന്റെ മോളാ, ഞാൻ പറയാതെ പടിയിറങ്ങല. അവൾ എന്റെ കെട്ടിയോളാ, ഞാൻ വിളിച്ച അവൾ ഇറങ്ങി വരും. എന്നാ എനിക്കതൊന്ന് കാണണം. ആലിസേ വാ. നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയവനെ വിളിക്കുന്നു. തൊട്ടൂറ് ആ കൈ ഞാൻ ചതയ്ക്കും. നീ വരുന്നുണ്ടോ? ശരി, നിനക്ക് നിന്റെ അപ്പന്റെ കൂടെ കഴിയാം. വിളിച്ചോണ്ട് പോവാൻ ഞാനിനി ഇങ്ങോട്ട് വരുമെന്ന് നീ കരുതണ്ട. തിരിച്ചു വിളിക്കുന്നുണ്ടോ? എന്റെ പട്ടി വിളിക്കും. ഇട്ടിച്ചായൻ ഇത് എന്നാ ഭാവിച്ചുകൊണ്ടാ? ഏതായാലും ഇത് കുറെ കൂടിപ്പോയി. അവൻ തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തോ ആ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. അവളുടെ യോഗം ഇനിയുള്ള കാലം വഴിക്കണ്ണുമായി കാത്തിരിക്കാനായിരിക്കും. കൂടെ ഇറങ്ങി വരാനുള്ള ധൈര്യം അവള് കാണിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ അവിടെയാണ് ഞാൻ തോറ്റുപോയത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ, അയാൾ അങ്ങനെയല്ലേ അവളെ വളർത്തിയത്. ഞാനേതായാലും രാവിലെ ബാംഗ്ലൂർക്ക് പോകാൻ തീരുമാനിച്ചു. ആ ജോലി ഇവിടെ നിന്ന് നഷ്ടപ്പെടുത്താൻ വയ്യ. എന്നിട്ട് സൗകര്യം പോലെ അവളെ വിളിച്ചിറക്കല്ലോ. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാവിലെ എഴുന്നിട്ട് പോകാനുള്ളല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ? ജോർജ് ഉണ്ടോ അവിടെ? ഉണ്ട്, ഇരിക്കൂ, ഞാൻ വിളിക്കാം. ഓ ചേച്ചി, ജോർജുട്ടിയെ കാണാൻ ആരും വന്നിട്ടുണ്ട്. ജോർജുട്ടി അല്ലടാ, അങ്കിൾ. വാ. ഞാൻ മധുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ സ്റ്റേഷനിൽ വണ്ടിയാട്ടെത്തും. പ്രകാശ്, ദേ ജോർജുട്ടിയെ കാണാൻ ആരും വന്നിരിക്കുന്നു. ഞാൻ വീട്ടിൽ പോയിരുന്നു. ഔസേപ്പേട്ടന സംശയം പറഞ്ഞ് ഇവിടെ കണ്ടേക്കൊന്ന്. എന്തേ? വാ. അത് നീ പോന്നതിന്റെ വിഷമത്തില് ആലീസ് ഒരു അബദ്ധം കാണിച്ചു. അവള് പരാമർശത്ത് കഴിഞ്ഞു. അവിടെ അടുത്തൊരു മേഷനാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്ത് വിട്ടിട്ടോ നീ കാണിച്ചത്? പിന്നെ എന്നെ വിട്ടു പോവാന്ന് പറഞ്ഞോണ്ടല്ലേ പോയത്. ഞാൻ കരുതി മഞ്ഞണിഞ്ഞ രാത്രിയില്
റീനയുടെ വിധിയായി എനിക്കെന്ന്. ഒന്ന് തള്ളാണ്ടല്ലോ. വിവരം കെട്ടത് വല്ല സംഭവിച്ചിരുന്നില്ലോ. ഇനി വരില്ല എന്ന് പറഞ്ഞു പോയപ്പോ പിന്നെ എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും? ഇനി എന്നെ വിട്ടു പോവോ? സത്യം. തോന്നുമ്പോ ഇറങ്ങി പോകാനും കയറി വരാനും ഇത് സത്രമൊന്നുമല്ല എന്നോട് പറഞ്ഞേര്. ആ പെണ്ണ് ബുദ്ധിമോശം കാണിച്ച സമയമായോണ്ട് ഞാൻ ക്ഷമിക്ക. അല്ലെങ്കിൽ ഈ പടി അവനെ കൊണ്ട് ഞാൻ ചവിട്ടിക്കല. അപ്പച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അത് കേട്ട് വഴക്കിടാൻ പോയേക്കല്ലേ? നിന്റെ അപ്പന്റെ നീ ഉറങ്ങിക്ക. അച്ചായ, അച്ചായോ, എന്തിടി ഒരു പാട്ട് പാടുവോ? പാതിരാത്രിക്ക് കൊഞ്ചിയാ നീ? കഷ്ടം. പാട്ട് കേട്ട് എനിക്ക് ഉറങ്ങാനാ. എനിക്ക് പാടാന്നറിയില്ല പെണ്ണെ. പാടൊന്നേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിന്റെ അപ്പൻ ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചന്റെ നല്ല ശബ്ദ പാടിത്തരം ചെല്ലേ. എടി ഞാൻ പാടിയ ഇന്ന് നീ ഉറങ്ങൂല, നിന്റെ വീട്ടുകാർ ഉറങ്ങൂല. അതുകൊണ്ടാ. എനിക്കറിയാം ഒരു പാട്ട്. ശരി, ഇനി ഞാൻ പാടിയില്ല എന്നും പറഞ്ഞ് നീ തൂങ്ങി ചാവാനും വിഷമടിക്കാനൊന്നും പോണ്ട മോളെ. പഴയ പാട്ട് പോലെ. ഓ, പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? ഇനി ജോർജ് കുട്ടിയുടെ പരിപാടി എന്താ? ബാംഗ്ലൂരിലെ ജോലി. അത് ജോയിൻ ചെയ്യേണ്ട ദിവസം കഴിഞ്ഞില്ലേ, ആ കാര്യം നമുക്കിനി മറക്കാം. ഇട്ടിച്ചിന്റെ പോക്ക് അത്ര ശരിയല്ല. എങ്ങനെയെങ്കിലും ഈ കെണിയിൽ രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ലല്ലോ. ഇനി ഒരു പോക്കുണ്ടെങ്കിൽ അത് അവളുടെ കൈയും പിടിച്ചോണ്ടായിരിക്കും. ഒരു സെറ്റാ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ മൂപ്പരുമായിട്ടൊന്ന് മുട്ടാൻ പോവാ. ബാക്കി ഞാൻ വിശദമായിട്ട് പറയാം. ഇട്ടിച്ചിനോട് അന്നൊരു സാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, കാട്ടിപ്പറന്ന കുഞ്ഞുമാണി. ഇന്ന് പൈലയുടെ സ്ഥാനത്ത് അന്ന് പാപ്പച്ചനായിരുന്നു. ചന്തമുക്കല് ജനം നോക്കി നിൽക്കല്ലേ പാപ്പച്ചൻ കുഞ്ഞുമാണിയുടെ കൈ വെട്ടിയത്. അതോടെ കുഞ്ഞുമാണി ഒതുങ്ങി. അല്ല, ഈ ഇട്ടിച്ചൻ ആള് ജഗജില്ലാന്ന് ഞാൻ പറയുന്നു. എന്ത് കാര്യത്തിനും ഞങ്ങൾ ജോർജ് കുട്ടിയുടെ ഒപ്പം ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം ചീരങ്കണ്ടത്തിൽ ഇട്ടിച്ചൻ. കൊടുക്കൈ പട്ടി കൊറേ കാലം നിന്നെ ഞാൻ നോട്ടോട്ട് വെച്ചിരിക്കുക. നിന്നെ എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോടാ. പോടാ പോടാ. പച്ചപ്പള്ളിയിലെ ജോർജ് കുട്ടിയുടെ മുമ്പിൽ നിൽക്കാൻ ഒരു പട്ടിയും പട്ടിയുടെ തന്തയും ജനിച്ചിട്ടില്ലടാ. കഴിവുള്ള മോനെ. ഓടാ അതിന്റെ മോനെ. അയ്യോ, പട്ടി രണ്ടു കാലം നിൽക്കുന്നു. അയ്യോ പൈലി, ഞാൻ വിചാരിച്ചു പട്ടിയായിരിക്കും. എന്താ വേണം? നീ ഓടാ. പട്ടി പോയില്ലേ ഇത്? പൈലി, നീ കള്ളനാ. ഞാനേ കള്ളന് കഞ്ഞി വെച്ചവനാ. നല്ല പൊടിയരി കഞ്ഞി ഉണ്ടാക്കി നിന്റെ അണ്ണാക്കിലോട്ട് ഞാൻ തള്ളി തരും കുട്ടാ. എന്തോ ജോർജ് കുട്ടിന്ന്? ആര്? നിന്റെ അപ്പം തൊട്ടിലി കിടത്തിയിട്ട പേര്. വിളിയടാ സാറേന്ന്. സാറേന്ന് വിളിയടാ. അതൊരു രസമുള്ള കാര്യല്ലേ കൂട്ടോ? എന്നാ മൂക്കറ്റ കുടിച്ചു വന്ന് പോക്കറ്റാ കാണിക്കുന്നേ? അയ്യോ അപ്പൊ സോറി, ഞാൻ കണ്ടില്ല ഷോ. എന്നോട് ക്ഷമിക്കണം. ഞാനൊരു മാനസിക പ്രയാസത്തിന്റെ പുറത്ത് അറിയാതെ ശകലം കഴിച്ചുപോയി. എന്നോട് ക്ഷമിക്കണം. ആരാ? എന്നെ വിട്, എന്നെ പിടിക്കണ്ട. പിടിക്കണ്ട. ആലീസേ, പിടിച്ചോണ്ട് പോണി. വെറുതെ എന്നെ കൈ ചെയ്തേക്കാതെ. ആലീസേ, ഞാനൊരു തെറ്റ് ചെയ്തു.
ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചനോട് ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ തെറ്റുകാരനാ. എനിക്ക് നിന്റെ അപ്പനോട് മാപ്പി ചോദിക്കണം. അപ്പച്ച സോറി. നീ വിളിച്ചോണ്ട് പോകാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വന്നേ. എന്നെ വിട്, എനിക്കൊന്നുമില്ല. നീ അകത്ത് പോ. എന്നെ വിട്, അകത്തോട്ട് എനിക്കൊന്നുമില്ല. പൊയ്ക്കോ. നീ വന്നേ. എന്നതാ കാഴ്ച കാണാൻ നിക്കുന്നേ? ഞാൻ ഇത്തിരി ഫിറ്റാ, അതുകൊണ്ട് ഇപ്പൊ എന്നാ കുഴപ്പം? ഞാനേ ചീരങ്കണ്ടത്തി വലിയ മുതലാളി ഇട്ടിയച്ചന്റെ മരുമോനാ. കുടിക്കുമ്പോ എനിക്ക് എന്നെ സ്റ്റാൻഡേർഡ് നോക്കണം. എന്നെ വിടുമോളെ, എനിക്കൊന്നുമില്ല. നീ പിടിച്ചാ ഞാൻ വീഴും. എന്നെ വിട്. ഇറച്ചി ഇച്ചിരി കൂടെ കൊണ്ടുവരട്ടെ? വേണ്ട. അതെന്നാ കഴിക്കുന്നില്ലേ? കൊണ്ട തന്നെ മരുമോനെ കൊണ്ടറി. എന്നാൽ എങ്ങനെ തോന്നിയല്ലോ? വിടേ. ഇത്രയും നാളില്ലാത്ത ഈ സ്വഭാവം ഇപ്പൊ തുടങ്ങാൻ എന്നാ ഉണ്ട്? വാ, വന്ന് കിടക്ക്. ചിരിക്കുന്നോ? പിന്നെ ചിരിക്കാതെ. എടി കെട്ടിയോളെ, നിന്നാണ് സത്യം, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. നിന്റെ അപ്പൻ സാക്ഷാൽ ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയല്ല മോളെ. നോക്കി താഴെ ഒച്ചയും പേളും വല്ല ഉണ്ടോന്ന്. നിന്റെ അപ്പൻ പൂച്ചല് വരെ നിർത്തി. ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കൂടെ കാണുമെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കാം. പക്ഷെ എന്നെ ഈ നാട്ടിൽ കണ്ട അല്ലി ഓടിക്കുന്ന ഇട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതുകളാ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ ദേഹത്ത് ആരും തൊടുകയില്ല. പക്ഷെ ഒരു കാര്യം, നീ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം. ഇനിയും വീരം കണ്ടത്ത് പോയി വീരം ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് പേടിയാ. അവിടെ പോകണ്ടെന്നാ കുട്ടപ്പനും പറഞ്ഞിരിക്കുന്നേ. ആര് പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോണെന്ന്? നീ പറയുന്നിടത്ത് പുള്ളിക്കാരനെ വരുത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ആ, നിയമപ്രകാരം നിനക്കും അമ്മച്ചിക്കും കിട്ടാനുള്ള സ്വത്തുക്കള് നിയമം പറഞ്ഞതിനെ നമ്മൾ മേടിക്കുന്നു. നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്നേ. എന്താ ഈ കോടതിയിലൊക്കെ കേറാന്ന് പറഞ്ഞ ഞാനില്ല. എന്നെ ഇട്ടേക്ക്. കൈ നിറയെ കാശ് കിട്ടുമ്പോ നിനക്കെന്താ കക്കൂ? എടാ നിനക്ക് കഴുത്തിലൊരു സ്വർണ്ണമാല, കൈ നിറയെ മോതിരം, സിൽക്കിന്റെ ജുബ്ബിട്ട് പുത്തൻ പുതിയ മാരുതി വണ്ടിയില് ഒരു അച്ചായത്തി പെണ്ണിനെയും കയറ്റി ഇവിടെയൊക്കെ വിലസരം നിനക്ക് ആഗ്രഹില്ലേ? എനിക്കൊരു ലവ് ഉണ്ട്. ആ അതുണ്ടോ? പക്ഷെ ഇട്ടിച്ചൻ ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട, വന്ന വഴിക്ക് പോടാ. ഞാൻ റെഡിയാ. അവസാനം വാക്ക് മാറി ഇടി നിനക്കായിരിക്കും. ഞാൻ ഏറ്റു. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കറക്റ്റ് കോച്ചിങ് തന്നാ മതി. ആ പൈലിയുടെ കാര്യം നോക്കിക്കോളും വേണം. അപ്പൊ എന്തോ? സമയങ്ങളെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ആ, ready, sir. ഞാൻ സല്യൂട്ട് ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതി. ആ, അതാ പോണെ, അതാ പോണെ, അതാ പോണെ. അയ്യോ ഗ്ലാസ് പൊട്ടി പൊട്ടി. ഓ 10 റുപ്യന്റെ ചില്ലല്ലേ പോട്ടെ. അയ്യോ, കായ്. ആ. എന്നതാ ഇത്? എന്നതാണെന്നേ? ഏതാണ്ട് എന്ത് കുരിശാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം. അതിന്റെ അപ്പന്റെ ഇംഗ്ലീഷ് അല്ലേ കാണാൻ പാടില്ല. ഓ, വെച്ചിരുന്നല്ലോ. മോനെ, എന്താ അമ്മച്ചി? ആ ജോർജ് കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തേ. അവൻ വായിച്ചു തരുമെന്നേ. ഏ? അവൻ വായിച്ചു തരും. ഉണ്ടോ? എന്താ ഇത് എന്നതാന്ന് ഒന്ന് നോക്കിയേ മോനെ. ഇപ്പൊ ആ പോസ്റ്റ്മാൻ കൊണ്ട് തന്നേച്ചും പോയതാ. മിസ്റ്റർ ടിയച്ചൻ, this notice is being issued to you as per the instructions from my client, Mrs. Rahel Mathukutti, wife of Mathukutti, Cheerangandathil House, and is residing at Baranangana Mamsham, Desham of Pala Taluk. Please take notice that my client, who is your elder sister, does not keep to intend the share of the properties inherited by her from her father in joint possession as you are mismanaging the properties, so as to defer her without giving her the due share of men's profit even after repeated demands. It's hereby informed that you may take necessary step to effect the partition of the properties shown in the margin and to put my client in possession of her share with the men's profits within 1 month from the date of receipt of this notice, failing which my client will be taking appropriate legal actions against you, and in that event you will be held liable for all the incidental expenses of my client, including the legal charges of this notice. ഇതാണ് സംഭവം. മനസ്സിലായ? ഇംഗ്ലീഷ് പഠിച്ച ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? ആ വക്കീൽ നോട്ടീസാ. ആന്റോട് അമ്മച്ചി അവരുടെ വീതവും അതിൽ നിന്ന് ഇത്രയും കാലെടുത്ത ആദായവും തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാ. വക്കീലാരാണ് നോട്ടെ. അയ്യോ എന്റെ അമ്മോ, എന്നതാടാ? വാസുദേവ മേനോൻ ഉഗ്രം വക്കീലല്ലേ. നടത്തി എല്ലാ കേസും ജയിച്ചിട്ടേ ഉള്ളൂ. ഓ, ഒരു ചക്ക വീണപ്പോ മൊയലി എത്ര വിചാരിച്ച എല്ലാ ചക്കയ്ക്കും അങ്ങ് മൊയലിയാകും. ആ ഇത് ചക്കയും മോയിലൊന്നും അല്ല,
തൊഴുത്തിപ്പറമ്പൻ ജോസിനെ തൂക്കാൻ വിധിച്ച വക്കീല. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള കേസേ മൂപ്പരെടുക്കൂ. എന്താവോ എന്തോ. ഈശോ, ഇയാളെപ്പോ വന്നു ചോദിച്ചാ കേട്ടില്ലേ? ഞാനെപ്പോ വന്നാലും എനിക്കെന്താ, ഈ ചായക്കട തന്റെ വകയൊന്നും അല്ലല്ലോ. ഇയാളെന്താ ഉടക്കുന്നേ? വന്നേ, ഇടിച്ചും വിളിക്കുന്നു. വേണ്ട, അന്ന് തന്നവരെ തരാനല്ലേ, ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. വാടാ പന്നി. പോടാ പട്ടി. അച്ഛനെന്താ വിളിക്കുന്നേ? അച്ഛനാ എന്നെ കൊണ്ടുവന്നു. എന്നെ മർദ്ദിക്കാൻ കൊണ്ടുപോണേ, ബലപ്രയോഗം നടത്തുന്നേ, എന്നെ മർദ്ദിക്കുന്നേ. അയ്യോ അയ്യോ. സാറേ, വെറുതെ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോവാ സാറേ. എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ? ഗുണ്ടായിസാ? ഇട്ടിച്ചൻ വിളിച്ചോണ്ടെല്ലാം പറഞ്ഞിട്ടാ. ആരാണ് നിന്റെ ഇട്ടിച്ചൻ? എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ. ഇവനോട് വന്ന് നിനക്കെന്താ? അങ്ങനെ ചോദിക്കും സാറേ. സാറേ, ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന്റെ അടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം, ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോടാന്ന്. ആണോടാ? സാർ ഞാൻ പറഞ്ഞില്ല. എടാ, ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ? പോടാ. വളരെ ഉപകാരം സാർ. ആ. സാർ, വൈകുന്നേരം വീട്ടിൽ കാണൂ. എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ? പോടാ. മതിയോ? ആ മിലിറ്ററി പോലീസിന്റെ ചായക്കട തന്നെ താമസം. ആ SI ഒന്നും ചാടിയില്ലായിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവന്നേനെ. എന്റെ കയ്യിൽ എത്തിക്കിട്ടിയിരുന്ന വേണ്ട പണി ഞാൻ കൊടുത്തേനെ. ആരോ അവനെ പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ മൈവിടം കേസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കില്ല. വർഗീസ് സാറിനെ ആൻഡോയുടെ അടുത്ത് വെച്ചിട്ട് എന്തായി? ഓ, മധ്യസ്ഥത്തിന് അവൻ നിൽക്കത്തില്ലെന്ന്, എല്ലാം വക്കീലുമായിട്ട് മതിയെന്ന്. അയാളൊരു കോടാലിയാണെന്നാ കേട്ടത്. ആ വക്കീലേ, നമ്മൾ കേസ് പറയാൻ പോയാൽ കാശ് പോകത്തേ ഉള്ളൂ. ആ വക്കീലിനെ ഒന്ന് പിടിക്കാൻ എന്താ മാർഗമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അയാളോട്ട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ആലിസേ, നിന്റെ അപ്പച്ചനോട് പറ വാസുദേവൻ വക്കീലിനെ എനിക്ക് പരിചയമുണ്ടെന്ന്. ഒന്ന് വിളിച്ചു ചോദിച്ചു. ഒന്ന് ചോദിച്ചടി. അങ്ങേരെ ചെന്ന് കണ്ട നമുക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി തരും. എന്റെ ഒരു അടുത്ത കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മാവനാ വക്കീല്. അവര് വഴിയെ വക്കീലിനെ ബന്ധപ്പെടാൻ പറ്റൂ. അല്ല, അതിനു മുമ്പ് അവനെയും ഭാര്യയും ഉണ്ണാൻ വിളിക്കാൻ പറ്റാൻ വേണ്ടി വരും. ഏതവനായാലും വിളിക്കാൻ പറയടി. ഉണ്ണോ ഉറങ്ങോ ചെയ്യട്ടെ. മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയും നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ആലീസ് ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. വാടി ഇങ്ങോട്ടിരിക്കേ. അമ്മജി, ഇത്തിരി ജീരവെള്ളം എടുത്ത്. ആ, നീ എന്താ ഒന്നും കഴിക്കാത്ത? ആ ചിക്കൻ എടുത്തേ. കഴിക്കാം. അപ്പച്ചാ, ആ ചിക്കൻ്റെ 2 പീസ് എടുത്തോട്ടെ. അന്ന് ധൃതി വന്ന് പോയപ്പോ തൊട്ട് ഞാൻ ജോർജ് വിട്ടിട്ട് പറയുമായിരുന്നു, ഒരു ദിവസം ഉണ്ണാൻ വിളിക്കണമെന്ന്. അതെ അതെ. അപ്പച്ചാ, ആ ചറൊന്നെടുത്തേ. അയ്യോ, അവിടെയല്ല, ഇവിടെ. കേട്ടോ പ്രകാശ്, അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക എന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നോ. എന്നിട്ട് സ്വന്തം കൈ കൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷാ. അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്നാ. ഏയ്, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ. എങ്ങനെ വളച്ചടാ നീ ഇങ്ങനെ? വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. എന്നതാ പറയുന്നേ? ഏയ്, ഞങ്ങളെ കേസിന്റെ കാര്യം പറയാ. അതെ അതെ. അപ്പച്ച പ്രകാശന് ചപ്പാത്തി എന്താന്ന് വെച്ചാൽ കൊടുക്കുന്നു. കഴിക്ക്. തീർന്നില്ല, മതി. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി. ഏതിനുള്ള ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു നടത്തും. അയ്യോ, ആർക്കും ഓപ്പറേഷൻ? അയ്യോ, പോട്ടെ. കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെ എന്താ നിന്റെ പരിപാടി? ആദ്യം എന്റെ മറ്റേ അതെ ആദ്യം മറ്റേ ഏത് ലവ് മാരേജ്. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആന്റോയ്ക്ക് കാശൊരു പ്രശ്നമല്ല.
നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെയുള്ള ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെര പണിയേ. നിന്റെ അമ്മച്ചീനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ. തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വെക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോകാൻ ഞാനും. നല്ല കാര്യമല്ലേ അല്ലേ മിലിട്ടറി? ഓ ഷുവർ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇട്ടിച്ചിന്റെ നേർക്ക് അടുത്തയക്കേണ്ട മിസൈൽ ഏതാണ്? സ്കഡ് വേണോ പാട്രിയറ്റ് വേണോ? ഏതായാലും റെഡി ഫോർ അറ്റാക്ക്. ലീനാമ്മയുടെയും പിള്ളേരുടെയും കാര്യം എന്നും ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെ? എന്റെ വീട്ടിലോട്ട് അവളെയും കൊണ്ടുപോയാ അവളും പെങ്ങന്മാരും കൂടി ചേരത്തില്ല. ഒരു പുരയിടം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് കിഴക്കോട്ട് മാറിയാ അളിയൻ അവളുടെ വീതവും എടുത്തോ, എനിക്ക് കാശായിട്ട് മതി. ഇത്രയും കാലം നീ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തുവാ കെട്ടിയോളം പിള്ളേരെ ഓർമ്മിക്കാൻ സ്വത്ത് കിട്ടുകയെന്ന് പേടിച്ചാ? അതല്ല, എല്ലാം കൂടി നോക്കി നടത്തി അളിയൻ കുറെ ബുദ്ധിമുട്ടുകയാണല്ലോ എന്ന് വിചാരിച്ച. ആ മനസ്സിലായി. നിങ്ങളെ കെട്ട് കിടക്കുമ്പോ അവിടെ പേരിൽ എഴുതി വെച്ചതല്ല ഇവിടെ തന്നെ ഉണ്ട്. ഞാനിടത്ത് തിന്നിട്ടൊന്നുമില്ല. ഇയാളെന്നോ എന്ന് വിളിക്കുന്നേ? ചുമ്മാ. അല്ല വക്കീലന്മാരെ വല്ലതും കണ്ട കാര്യമുണ്ടോ? വക്കീലിന്റെ കുഞ്ചരിയച്ഛൻ വരുമ്പോ പറഞ്ഞേക്കണേടി. അതിപ്പോ എന്ന് വരാനാ? പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇത്രയും കാലം ഒന്നിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ലായിരുന്നു. പിള്ളേരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ മറക്കല്ലേ. പോകാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്നായാലും അത് വേണ്ടേ? ദീനാമേ, അതാ വിളിക്കുന്നു. പോയിട്ട് വരട്ടെ. ആ മിലിറ്ററി പൗലോസിന്റെ കടയിലോട്ടാ. അവിടെ അപ്പൊ കമ്പനി. ആൻഡോ ഇപ്പൊ അവിടെ ക്യാമ്പ്. അയാളെ കുത്തിപ്പൊക്കി വിട്ടത് പൗലോസും ജോർജ് കുട്ടിയും കൂടി ആവുന്നൊരു സംശയമുണ്ട്. തിരക്കിന്ന് പറഞ്ഞു. ആ പൗലോസിന്റെ ചായക്കടയിലെ ഇരിപ്പ് അത്ര നല്ലതിനല്ല. അതെന്താ? ആയിക്കോലെ, കുഴപ്പമുണ്ടോ? അതല്ല, എനിക്കത് നാണക്കേടാണ്. മനസ്സിലായോ? അല്ല, ഇവിടെ നിന്ന് മടക്കുമ്പോ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങണമല്ലോ എന്ന് കരുതിയാ. അതിന് വേറെ സ്ഥലമൊന്നുമില്ലേ? ശരി, എന്നാ നീ വേറെ എവിടെയെങ്കിലും പോയിരിക്കാം. അവളെന്തിയടാ? അകത്തുണ്ട്. വിളിക്ക. ചെന്ന് വിളിക്കടാ. വിളിച്ച പുള്ളിക്കാരൻ വഴക്ക് പറയും. ഏത് പുള്ളിക്കാരൻ? മുതലാളി ജോ ചീരങ്കണ്ടതെ. ചീരങ്കണ്ടത്തിലെ ജോർജ് കുട്ടി. ആരെങ്കിലും വന്നാ പൊക്കോളാൻ പറയാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. നാളെ അവളെ നാട്ടിൽ കണ്ടുപോരുത്. വാ. നിങ്ങൾ ഇതെന്തിനു ഭാവിച്ചോണ്ട്? എന്റെ പൊന്നു സാറന്മാരെ ഒന്ന് പോയി. മോലാളി അറിഞ്ഞ എന്നെ കൊന്നു കളയും. മിണ്ടി പോരുത്. ഭാര്യയും കുടുംബമുള്ള ഒരു മനുഷ്യനെ കുറെ കാലമായിട്ട് നീ പിഴിയല്ലേ? നിർത്തിക്കോ. ഇനി ഒരിക്കൽ അങ്ങേര് ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞ ഇവിടുത്തെ പുതിയ എസ് ഐ ആരാന്നറിയോ? ഞങ്ങളും പുള്ളിക്കാരും നമ്മൾ ബന്ധം എന്താ അറിയോ? ഞാൻ പോട്ടെ, സൗകര്യം പോലെ വരാം. അച്ചായോ? ആ അല്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണല്ലോ. ഞാൻ പോട്ടെ മോളെ. 8 മണിയായില്ല. അതിനു മുമ്പേ തുടങ്ങി കുപ്പിയായിട്ട് ഗുസ്തി. ഇതെന്നാ പറ്റി? അലീസേ, ഇന്നെന്തു പറ്റി? പുറത്തേക്കൊന്നും പോയില്ലേ? ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയത്. ആ, നീ ഇതിൽ വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കണം. ഭയങ്കര ക്ഷീണം. എവിടെ പോയിരുന്നു? പിന്നെ എവിടെയെങ്കിലും പോവാ? ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ വൈകുന്നേരം ഒന്ന് കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങാന്ന് വെച്ചാ എവിടെ പോയി ഇത് എത്ര പേരോട് സമാധാനം പറയണത്? അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. പിന്നെ എന്തോട് തേങ്ങക്കാടി എന്നെ വീട്ടിനകത്ത് കുഴിച്ചു മൂടിയേക്കണേ?
ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഫിലിപ്പോസ് പറഞ്ഞനുസരിച്ച് 1 ലക്ഷമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാ. അപ്പൊ കളി അങ്ങ് ഡൽഹി കളിക്കണം. ദിനേശ് സാർ അവിടെ ഉണ്ട്. എന്നാലും പണം കൊണ്ടൊരു പ്ലേ ഉണ്ടല്ലോ. ഇച്ചൻ വാ. എനിക്ക് വിനായ് സാറിനും 5 രൂപ പോലും വേണ്ട. കൊടുക്കേണ്ടടുത്ത് കൊടുത്താ ബാക്കി മുഴുവൻ പാർട്ടി ഫണ്ടിലേക്കാണ് പോകുന്നത്. ആ, ഞായറാഴ്ച ഞാൻ ഡൽഹിക്ക് പോകും. വന്നിട്ട് കാണാം. ഓ, മദ്രാസിലായിരിക്കും അപ്പോയിന്റ്മെന്റ്. ക്വാർട്ടേഴ്സിനും മറ്റു കാര്യങ്ങൾക്കും അല്പ താമസം നേരിടും. അത് സാരമില്ല, അവൻ തനിച്ചേ ഉള്ളൂ, മോളെ കൂടെ അയക്കുന്നില്ല. കേരളത്തിലും അടുത്തൊരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോ മരുമകനെ നമുക്ക് ഇങ്ങോട്ട് ചാടിക്കാം. വേണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ. ഇത്തിരി കൂടെ വടക്കോട്ടായാലും കുഴപ്പമില്ല. എന്നെ ആയാലും വേഗം ശരിയാക്കി തരണം. പിന്നെ തിടീന്ന് കാര്യങ്ങൾ നീങ്ങല്ലേ. പയ്യനോട് റെഡി ആയിരിക്കാൻ പറ. ജോലിക്ക് പോണെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞത് എന്ത് അവിവേകമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ, എന്റെ അപ്പച്ചൻ നിന്ന വാക്ക് ഞാനായിട്ട് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ. എന്നോട് പറഞ്ഞ വാക്കല്ലേ, അത് സാരമില്ല. രൂപ കൊടുത്ത് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ശരിയാവില്ല അത്. ഏത്? ഇവിടെ എല്ലാരെയും വിഷമിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് അപ്പച്ചനെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഞാൻ ആലീസിനെ കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞ ശരിയല്ലത്. ആലീസിനെ ഇപ്പൊ കൊണ്ടുപോകണ്ടെന്ന് വെക്കണം. വല്യപ്പോ ആ പൂതി അങ്ങ് മാറ്റി വെച്ചേക്ക്. എന്താ? അല്ല, വേറൊരു പ്രശ്നമുണ്ട് അപ്പച്ച. എന്ത് പ്രശ്നം? ഈടെയായി മിക്കവാറും ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ഒരു പുണ്യാളം വന്ന് എന്നോട് പറയാറുണ്ട്, നീ ഇവിടെ വിട്ട് പോരുത്, നിനക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന്. അതൊക്കെ വെറും തോന്നലാ. ഏതോ വേക്കനാവ് കണ്ടെന്നും പറഞ്ഞ്. അയ്യോ അല്ല അപ്പച്ച, ഒരു സത്യക്രിസ്ത്യാനിയായ ഞാൻ പുണ്യാളം പറയുന്നത് കേൾക്കാതെ മദ്രാസിൽ പോയാ ചിലപ്പോ എന്റെ ജീവൻ വരെ അപകടത്തിലായിരുന്നു വരും. ഒരാപത്ത് വരും അറിഞ്ഞിട്ടും എന്തിനാ അപ്പച്ച ജോലി കഴിക്കുന്നത്? ആപത്ത് എന്റെ അമ്മയുടെ അവനോടെ നിന്നാൽ ആപത്ത്. എടി, രൂപ 1 ലക്ഷമാ കയ്യിൽ നിന്ന് പോയത്, അറിയാവോ? പോയനോ ഏലിയയിൽ ഇന്ന് എടുത്തു വെച്ച് ഉടുത്തെന്ന് പറഞ്ഞോലായി. അച്ചായൻ കഴിച്ചാട്ടെ. അവിടെ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ. ഇവളുടെ കാര്യം നേരെ ചൊവ്വേ നടന്നു കിട്ടുന്നത് വരെയുള്ള ആദ്യം തന്നെ, അല്ലാതെ ഒന്നുമില്ല. നീ എന്നെ അടി വിരുന്ന് കയറിയ പോലെ അകത്തോട്ട് വാ. എന്താ? വത്സമ്മയുടെ കല്യാണ തീയതി നിശ്ചയിച്ചിരിക്കുക. എന്റെ സ്ഥിതിയൊക്കെ ഇട്ടിച്ചൻ അറിയാലോ. പുറത്തൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ മനസ്സനുവദിക്കുന്നില്ല. വളച്ചു കെട്ടി ബുദ്ധിമുട്ടിക്കണമെന്നില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് കിട്ടത്തില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ക്രിസ്തു ഒന്നും അല്ല ഇട്ടിയ. രക്തബന്ധം മറന്ന് നീ അങ്ങനെയൊന്നും പറയല്ലേ ഇട്ടി. എന്നാ രക്തബന്ധം? എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. കൈ കാശില്ല, കെട്ടിച്ചയക്കണ്ടെന്ന് വെക്കണം. വല്ല വടത്തിലും പറഞ്ഞയക്ക്. മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ. എന്താ മച്ചി? ദേ, ഇത് ഇച്ചിരി പഴയ സ്വർണമാ. നീ ഇത് ടൗണിൽ എവിടെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ട് ഉള്ള കാശ് വാങ്ങിച്ചോണ്ടാ മോനെ. ഇവിടുത്തെ അപ്പച്ചൻ അറിഞ്ഞ എന്നെ കൊല്ലും. ഇതെന്താണ് അമ്മച്ചി, ഇത് വിറ്റിട്ട് ഇത്ര അത്യാവശ്യം എന്താ? അതേ, നേരത്തെ ഇവിടെ വന്നേച്ചും പോയതാ കുന്നേലെ ചാക്കോച്ചനും മോളുവാ. ആ കൊച്ചിന്റെ കല്യാണമാ. പറഞ്ഞു വരുമ്പോ ഇവിടുത്തെ അപ്പച്ചന്റെ അടുത്ത ഒരു ബന്ധുവാ. അവർക്ക് എന്തെങ്കിലും കൊടുത്തു പോയെന്ന് വെച്ച് ഇവിടെ ആരും മുടിഞ്ഞു പോത്തൊന്നുമില്ല. കൊടുക്കുകയല്ല, അങ്ങനത്തെ അല്ലേ മനസ്സ്. ആ കൊച്ചാണെങ്കി ഇവിടെ കുറേ നാള് നിന്നതാ. ഞാൻ നോക്കിയിട്ട് ഇത് ഒരു വഴിയേ കാണുന്നുള്ളൂ. നീ ഒന്ന് എളുപ്പം പോയിച്ചു മാമോനെ. ഇതിരിക്കട്ടെ അമ്മച്ചി, കല്യാണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി കാണും. ഇറങ്ങണം, വരണം. മിസ്റ്റർ ഇട്ടിയച്ചനല്ലേ? അതെ, ഞാനാ. ആരാ? ഞങ്ങൾ ഇങ്ങോട്ടാണ്. നമ്മുടെ ജോലി എന്താണ്? ജോലി ഇതൊക്കെ തന്നെ. എന്ത്, ബാർബർ ഷാപ്പോ? അല്ല, ഈ കൃഷി. എന്താ? റബ്ബർ കൃഷി. അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ? ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല. ഈയിടെ നിങ്ങൾ 2 സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്. അതെ. അതിനുള്ള സോഴ്സ് എന്താണ്? ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. മനസ്സിലായില്ല സാറേ. Police party is here. Come on. Search it all things fast. Bloody nonsense, stupid.
ഇല്ല ഇല്ലേ, നിങ്ങൾ എന്നാ കാണിക്കാൻ പോവാ? അതൊക്കെ കാണിച്ചു തരാം. നിങ്ങളുടെ അക്കൗണ്ട് ബുക്സ് എല്ലാം എടുത്തേ. സ്ത്രീകളടക്കം ആരും വെളിയെ പോകാൻ പാടില്ല. സ്റ്റോപ്പ് ദി കിച്ചൺ വർക്ക്സ്. മാറണം 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 മാറണം. Come on. Upstairs is here. Come on, come on. Come on, come on, come on. നിങ്ങളുടെ ലെറ്റർ ഒക്കെ എവിടെ വെച്ചിട്ടുള്ളത് കാണിച്ചു തരണം. വേഗം വരണം. പറയട്ടെ, എന്താ എന്താ പ്രശ്നം? ഇൻകം ടാക്സ് സെർച്ച്. ഹു ആർ യു? നിങ്ങളാരാ? ഓഹോ, ഇൻകം ടാക്സ് സെർച്ച് പറഞ്ഞ് വീട്ടിൽ കയറി എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന സെർച്ച് പറഞ്ഞുണ്ടോ? അതെ, ഈ പറഞ്ഞൊന്നുമില്ല ഇതിനകത്ത് വന്ന് കയറാൻ. തറവാട്ട് വകയാ? Shut up your bloody mouth. Shut up your bloody mouth. What bloody nonsense you are talking, man? എന്നാ എന്നാ അയാൾ പറയുന്നത്? I say who are you? I am George Kutti, son-in-law. കൊടുക്കണം. Come on. അയ്യോ, വാറണ്ട് അടപ്പച്ച അവരകത്ത് കയറ്റി ആ പ്രശ്നവും. താക്കോൽ എവിടെ? Who is the key? അയ്യോ, താക്കോൽ താക്കോൽ എടുക്ക് വേഗം. കുരിശ് വരത്തിട്ട് ഒരു കാര്യമില്ല. താക്കോൽ കൊണ്ടുവാ. അതാ വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അയ്യോ സാറേ, ഇത് കള്ളപ്പണമല്ല, പിന്നെ? അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ. We want source of income. എന്നാ സാർ പ്ലീസ് കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം. എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. എങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. നിങ്ങൾ എന്തിനാ അവിടെ നോക്കിയിരിക്കുന്നത്? പോണം പോണം പോണം. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ആക്കണ്ട, 500 രൂപ കൊടുത്തേക്കാം. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കൊടുത്തു വിട്ടേക്കാം. ഊണും കാപ്പിയും കഴിക്കാൻ ബന്ധു വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ. 500 രൂപ കൊടുത്താലേ മോന്തയ്ക്ക് വലിച്ചെറിയും. പിന്നെ എന്നാ വേണമെന്ന്? 1000 മതിയാവോ? 25,000 രൂപ എണ്ണി കൈ കൊടുത്തില്ലെങ്കിലേ ഇനിയുള്ള കാലം അഴിയേണ്ടി ഈച്ചയും പിടിച്ച് അകത്ത് സുഖമായിട്ട് കഴിയാം. എന്താ വേണമെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കുന്നത്. ചേച്ചേ, ഈ ജോർജ് കുട്ടി എവിടെ പോയി കിടക്കണാവോ? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചാങ്കുളത്ത് അമ്പലത്തിൽ നാടകത്തിന് പോകണ്ടല്ലേ? സോറി. ഫസ്റ്റ് പാർട്ടി. എടാ, നീ എവിടെയായിരുന്നു ഇതുവരെ? കാശ് പിടിച്ചോ. ഇനിയെങ്കിലും ആ പെണ്ണിന്റെ കല്യാണം നടക്കുമല്ലോ. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം സ്വന്തമാവുക. ശരി ശരി. അപ്പോഴേ താഴത്തെ അമ്പലത്തിൽ 8:30 മണിക്ക് നാടകവാ. പച്ചണി വേഗം താങ്ക് യു. വണ്ടി വിടാ, വണ്ടി വിടാ. ഞാൻ പോയി. ഞാനാണോടാ പൈലി നീ പറയുന്നത്? അതേ മുതലാളി, ഞാൻ പറയുന്നത് സത്യമാണ്. ജോർജ് കുട്ടിയുടെ തലേ അതിന്റെ പിന്നിൽ. അല്ലാതെ വേറെ ആർക്കും അത്ര ധൈര്യം വരില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. കെട്ടിയെടുക്കാൻ തുടങ്ങിയപ്പോ അന്നങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. കയ്യോ കാലോ തല്ലി ഒടിച്ച് പെരക്കകത്ത് കെട്ടിയിടുക വേണ്ടത്. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാത്തിനും കൂടി ചേർത്തും കൊടുത്തേക്കാം. ഇനി അതേ മാർഗമുള്ളൂ. ഒരമണിക്കൂറിന് അവരിങ്ങെത്തും. ആര്? ഒന്നുകിൽ വിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കാം. എന്താ? അതെ, കുറച്ച് കാശ് എന്നാ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുമെങ്കിൽ കാശ് തരാം. അല്ല, ഒരു ഒത്തീർപ്പല്ലേ നല്ലത്. അതെ, പിന്നെ ഇത് ശരിയല്ല. അടി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ സംസ്കാരത്തോടെ പെരുമാറണം. ഇതൊക്കെ എന്താണെന്ന് കേട്ടില്ലേ?
അവന്റെ വായിൽ നിന്ന് തന്നെ വരട്ടെ. പറയടാ. പൈലി ചോദിക്കണ്ട കയ്യില്. ഇതൊക്കെ ഇത്തിരി മോശമുണ്ട്. തൂമ്പെടുക്കട. എവിടെയാടാ? അറിയില്ല സാർ. നിനക്കറിയില്ല അല്ലേ? ഇവിടെ എന്താടാ? പശുവിനെ കുഴിച്ചിട്ടാ സാറേ. പശു? അപ്പൊ തേക്കും തടി ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ ഒന്ന് മാന്തിക്കടാ. മാന്തടാ. എന്താടാ ഇത്? നടക്ക. നിങ്ങളൊക്കെ എവിടെ നടക്കടാ. നടക്കടാ. എന്നാ എന്നാ എന്നാണെന്ന്? നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം. എന്തിന്? നിങ്ങളുടെ വസ്തു എന്നാ കള്ളത്തടി പിടിച്ചിട്ട് നല്ല ഒന്നാം തരം തേക്കും തടി. ഓഹോ, നമ്മളാരാ മനസ്സിലായില്ലോ. വേഷം കണ്ടറിയില്ലേ? വേഷം കണ്ട അറിയാം, വേഷം കെട്ട് കണ്ടാലും അറിയാം. ഇതുപോലെ മുമ്പേ ഇൻകം ടാക്സുകാർ കുറച്ച് പേരെ അടുത്ത് വന്നതാ. ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? ഈ എസ്റ്റേറ്റിന്റെ ഗേറ്റിന് പുറത്ത് പോകണം. ഇതിനകത്ത് കയറി വന്ന് ഇട്ടിയെ കളി പിടിപ്പിക്കരുത്, മനസ്സിലായോ? ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടേ പോകാൻ പറ്റും. ഇല്ലേ? പോലീസ് ഞാൻ പഠിപ്പിച്ചതാ. പോലീസ് ചേരണല്ലേ? പോലീസ് ചേരണ. പുതിയ ഹെച്ച് ചീരം കണ്ടെത്തി ഇട്ടിച്ചും പിടിച്ച് അടിക്കുന്നു സാർ. എന്താ പ്രശ്നം? കള്ളത്തടി കടത്തിയതും പോരാ, അത് ചോദിക്കാൻ ചെന്ന പോലീസുകാരനെ ഇയാൾ തല്ലുകയും ചെയ്തിരിക്കുന്നു. ഒരു മിനിറ്റ്. ഇതിപ്പോ എങ്ങനെയാ? ഒരു ഇഷ്യൂ ആയ സ്ഥിതിക്ക് പുള്ളിയുടെ പേരിൽ എന്തെങ്കിലും കേസ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, ഇല്ലാതെ ഒപ്പിക്കാം. ഇയാളുടെ ഗുണ്ടവരുത്തം കൂടെ ഉണ്ടല്ലോ, അവനകത്തിട്ടാലും മതി. അത് മതി. എനിക്കിപ്പോ ആവശ്യം അവനെ നോക്കില്ല. അതിനുള്ള വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. നാളെ നമ്മൾ ഫോറസ്റ്റുകാർക്ക് കേസ് കൈമാറുന്നുള്ളൂ. മൂപ്പലാനെ നിനക്ക് ഇന്ന് കൊണ്ടുപോകണോ? അല്ലെങ്കിൽ 2 ദിവസം അകത്ത് കിടക്കട്ടെ, ഒരു മയം വരട്ടെന്ന്. വേണ്ട സാർ, ഇത് മതി. ഇവിടെ വാ. തനിക്കെന്റെ ബാപ്പാടെ പ്രായമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ തല്ലാത്തതാണ്. തന്നോട് അതല്ല വേണ്ടത്. പിന്നെ ജോർജ് കുട്ടിയുടെ അമ്മായിയപ്പനായത് തന്റെ ഭാഗ്യം. അല്ലെങ്കിലോ നസ്രാണി, താൻ എന്റെ ഇടി കൊണ്ട് സ്വർഗം കണ്ടേനെ. ഇടോ, തനിക്കില്ലെങ്കിലും ജോർജ് കുട്ടിക്ക് ഈ നാട്ടിൽ നിലയും വിലയൊക്കെ ഉണ്ട്. അത് കളയരുത്. നടക്ക്, അവനെ കൊണ്ടോടോ. ജോർജ് കുട്ടി, നീ കൂടെ സ്റ്റേഷനിലേക്ക് വാ. അപ്പച്ചനെ പോലീസ് കൊണ്ടുപോയി അറിഞ്ഞപ്പോ ഞാനിവിടെ കിടന്ന് എത്ര പ്രയാസപ്പെട്ടെന്നറിയോ? 2 ചാമ്പിട്ടെന്ന് SI ഇക്ബാല് ചോദിച്ചതാ. ആന്ന് പറയാൻ ആദ്യം തോന്നിയത്. അങ്ങേരുടെ കയ്യിലിരിപ്പിന് 2 കിട്ടണ്ടെന്ന്. അങ്ങനെ പറയരുത് കേട്ടോ. എത്രയായാലും എന്റെ അപ്പച്ചനല്ലേ. എന്ത് ചീത്തത്തരം കാണിച്ചാലും അത് അങ്ങനെ അല്ലാതാവോ?
കേസിന്റെ കാര്യം ഓർത്ത് തലമുണ്ടാക്കണ്ട. നാളെ ഇക്ബാല് തരുന്ന 1-2 പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി, പ്രശ്നം തീരും. എല്ലാ പൈലയുടെ തലയിലേക്ക് മാറിക്കോളും. അതേ മാർഗമുള്ളൂ. ആരെങ്കിലും ഒരാൾ അകത്ത് പോണം. കുറെ ഉപ്പും ചോറും തിന്നല്ലേ, നന്ദി കാണിക്കാൻ ഇത് അവനൊരു അവസരമായിരുന്നു കൂട്ടിയാൽ മതി. അലിസേ, എടി അലിസേ, എന്നതാ? എടി ആ ജീപ്പിന്റെ കോലം കണ്ടില്ലേ? അതൊന്ന് കഴുകിയിടാൻ ഇവിടെ ആരുമില്ലേ? അപ്പച്ചന് രാവിലെ സ്റ്റേഷനിൽ പോകാനുള്ള ചിലപ്പോ ഫോറസ്റ്റ് ഓഫീസിൽ ഒന്ന് കയറേണ്ടി വരും. നീയൊക്കെ 3 നേരം ഞണ്ണിക്കൊണ്ട് ഇവിടെ കിടന്നോ. വല്ലപ്പോഴും ഇത്തിരി ജോലി ഒന്ന് വിചാരിച്ചേ ഉരുകി ഒലിക്കത്തൊന്നുമില്ല. അയ്യോ, ഞാൻ കഴിയിടായിരുന്നല്ലോ. വേണ്ട, എനിക്ക് വണ്ടിയൊക്കെ കഴിയാൻ അറിയാം. ഞാൻ അങ്ങനെയൊക്കെയാ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. അപ്പച്ചൻ റെഡിയായി നമുക്ക് ഇറങ്ങാം കേട്ടോ. പിന്നെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ മറക്കരുതേ. അല്ല, അപ്പച്ചൻ ഭയങ്കര മറവിക്കാരൻ, അതുകൊണ്ടാ. പാപ്പച്ചൻ കുഞ്ഞുമാണിയുടെ കൈവിട്ടിവനാ. ഇവനെ വിട്ടു, പരോളിലായിരിക്കും. എനിക്കൊരു കാര്യം അറിയണം. എന്റെ ഭാര്യയും പിള്ളേരോടെ നിങ്ങളുടെ വസ്തുവില് വടക്കേക്കുന്നും ചിലവിൽ അവർ താമസിച്ചിരുന്ന ഒരു കൂര ഉണ്ടായിരുന്നു. അതവിടെ നിന്റെ ഭാര്യ പോയപ്പോ അത് പിന്നീട് അങ്ങ് ദ്രവിച്ചു വീഴുകയായിരുന്നു. മുതലാളി, നിങ്ങളുടെ ചോറുണ്ട കാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാ പാപ്പച്ചൻ. കാട്ടിപ്പറമ്പി കുഞ്ഞുമാണിയുടെ കൈ വെട്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു. പോലീസ് കൊണ്ടുപോകുമ്പോ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, എന്റെ മേരിയും പിള്ളേരും പട്ടിണിയാവരുതെന്ന്. എന്നിട്ട് അവരവിടെ കുടികിടപ്പ് കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ച് നിങ്ങൾ അവരെ ഇറക്കി വിട്ടു. നിങ്ങൾക്കറിയോ, പട്ടിണി കിടന്ന എന്റെ മോള് മരിച്ചത്. സമാധാനിക്കും. ഇപ്പൊ പോ. ഞാൻ പോവാം. എന്റെ ഭാര്യ എവിടെയാണെന്ന് എനിക്കറിയണം. എന്നിട്ട് ഞാൻ വീണ്ടും വരും. അപ്പൊ കാണാം. അയാൾക്കും കുടുംബത്തിനും വേണ്ട ചെയ്തു കൊടുത്തൂടെ? എന്നാടി നോക്കുന്നേ? അല്ല, പതിവില്ലാത്ത ഓരോരോ കാഴ്ച കണ്ടു നോക്കിയതാ. ഇത് എന്നാ പറ്റി? പതിവൊക്കെ കുറേശ്ശെ തെറ്റി വരികയല്ലേ. കഞ്ഞി വിളമ്പട്ടെ? ജോറിയുട്ടി എന്തിയേ? അവൻ മേളിൽ കാണും. എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കണം. എങ്ങും പോരുതെന്ന് പറഞ്ഞാല്. കഞ്ഞി വന്നിട്ട് മതി. എങ്ങോട്ടാ കാലത്തെ? പാപ്പച്ചനോടും കുടുംബത്തോടും ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം.
നിന്നെ വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് കൊല്ലാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടത് അപ്പച്ചാ വാ, വന്നേ പറയട്ടെ. ഈ രണ്ട് കൈക്ക് ഞാൻ കുഞ്ഞുമാണിക്ക് വാക്ക് കൊടുത്തു പോയി. ഞാനത് വെട്ടും. ഇത്രയും പേര് മുമ്പ് വെച്ച് നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. തരുവോ? തരാം. തരുവോ? ചത്തുവോ? എന്റെ മോളെ തരുവോ? പറ്റില്ല. അപ്പച്ചാ, ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കണം. എന്നും നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ വീട്ടിൽ എന്റെ മകനായിട്ട്. സാരമില്ല, അതിന്റെ ആഗ്രഹമായിട്ട് ഇരുന്നോട്ടെ. നിങ്ങൾ പോയി വാ. അവധി കിട്ടിയ ആദ്യത്തെ വണ്ടിക്ക് എന്നെ പോരാൻ മറക്കണ്ട.